ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോഴിക്കൂട് അങ്ങോട്ട് വിടാട്ടോ നമുക്ക്. അപ്പോൾ നിക്കുമോനെയാണെങ്കിൽ കുറേ മുൻപേ തുറന്ന് വിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് കോഴിക്കൂടിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ വേഗം ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഭയങ്കര വെയിറ്റാണ് അല്ലിക്കൊക്കെ. പിന്നെ കൊട്ടി പാടിയിട്ടൊക്കെ വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ. അതെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മളൊരു ചിട്ട അനുസരിച്ച് ഇത്ര മണിക്കാണ് അവർ ഇറക്കുള്ളൂ എന്നുള്ളത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് കോഴിക്കൂടിൻ്റെ വാതിൽ തുറന്ന് വെച്ചാലൊന്നും അവർ ഇറങ്ങില്ല കേട്ടോ. അവർ ആ ചിട്ട അനുസരിച്ച് തന്നെയാണ് ഇറങ്ങുള്ളൂ. അപ്പോൾ കോഴികളായിക്കോട്ടെ മക്കളായിക്കോട്ടെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. നമ്മൾ പഠിപ്പിക്കുന്നതിനനുസരിച്ച് പെരുമാറും അവരെന്തായാലും. നമ്മുടെ ശീലങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. 8 മണിക്ക് മുൻപായിട്ട് കാപ്പി കുടിക്കും, അല്ലെങ്കിൽ 1 മണിക്ക് ഊണ് കഴിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയം എത്തുമ്പോൾ നമുക്ക് വിശപ്പും ദാഹമൊക്കെ തന്നെയായിരിക്കും അല്ലേ. എന്തായാലും അങ്ങനെ ഒരു സമയത്തിന് തന്നെ എല്ലാം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. തോന്നിയ പോലെ ഒന്നും ചെയ്യാതെ എല്ലാം ഒരു സമയത്തിന് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത് എന്താണെന്നറിയോ, ആ ചെടിയിൽ ഒരു കുഞ്ഞു കിളി വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ തേൻ കുടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല സൗണ്ടാണ്. കുഞ്ഞു കിളിയാണെങ്കിലും ഇങ്ങനെ അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ പുറത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് പറന്നു പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ അകത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം മാത്രമല്ല, 2-3 അപ്പുറത്തെ സൈഡിലെ ചെടിയുമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയും അതുപോലെ തന്നെ നെയ്യിൽ ചുട്ടിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തലേ ദിവസം സാമ്പാർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സാമ്പാറും ദോശയായിരിക്കാം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ദോശ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇഡ്ഡലിയോട് എനിക്ക് അത്ര അധികം ഇഷ്ടമൊന്നുമല്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ല. രമേശന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നത്തെ ആ ചക്കക്കുരുമയാണ് പിടിച്ചിരിക്കുന്നത്. ചക്കക്കുരുവും മാങ്ങയും ചെമ്മീനും കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വെക്കുന്നത്. അതിനാണ് ചക്കക്കുരു ഇതിലിട്ടിട്ട് കുത്തി കഴിഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തോടൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ വീണ്ടും നമ്മളത് കഷ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ചതച്ചങ്ങോട്ട് കിട്ടുമല്ലേ. അപ്പോൾ ഇതൊരു ഈസി വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ചക്കക്കുരുവൊക്കെ ചതച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും പറയണ്ട. പിന്നെ മിക്ക ദിവസവും നമ്മുടെ വീടുകളിൽ കറികൾ ഒക്കെ ഈ ചക്ക, മാങ്ങ, ചക്കക്കുരു അങ്ങനെയൊക്കെ ആയിരിക്കും. ചക്കയാണെങ്കിൽ പല ടൈപ്പ് ഉണ്ടായിരിക്കുമല്ലോ, പിടിയം മുതൽ പഴുത്തത് വരെ ഉണ്ടായിരിക്കും. അപ്പോൾ വിഭവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ദാ ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത്. കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കൊക്കുവടയാണ് കേട്ടോ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നത് കൊണ്ട് തന്നെ മൗഗ്ലിക്കൂട്ട ഇല്ല കേട്ടോ. മൗഗ്ലിക്കൂട്ടൻ ഇനി പുറത്ത് പോയിട്ട് വേണം ഒരു പിടി ഇട്ട് കൊടുക്കാൻ. ഞാൻ 2-3 കഷ്ണം കഴിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പിടി കൊക്കുവടയൊക്കെ ഒറ്റ ഇരിപ്പിന് നമ്മുടെ മൗഗ്ലിക്കൂട്ടൻ കഴിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് അത് ഉഴുന്നുവടയൊക്കെ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് ഒരു സമാധാനം തോന്നാറില്ല കേട്ടോ. കാരണം ഇനിയും ഉച്ചക്കേൽക്കുള്ള കറികളൊക്കെ വെക്കണമല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെയാണല്ലേ. നമ്മൾ വീട്ടമ്മമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. എന്തായാലും നമ്മൾ കുടിക്കാനും കഴിക്കാനൊക്കെ ടൈമിൽ തന്നെ നോക്കണം കേട്ടോ. അതിന് നമ്മളൊരു സമയം കഴിയട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കരുത് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഒരു എനർജിയൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ആ കോഴിമക്കളൊക്കെ അപ്പുറത്തെ കൂടെ ചിക്കിച്ചകഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നിൽപ്പാണ്. അകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി അങ്ങോട്ട് അവിടെ നിൽക്കുവാണ് നേതാവ്. അവ അവിടെ നിന്ന് പല ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കും കേട്ടോ. അപ്പോൾ ആ കാറിൻ്റെ മുകളിൽ വിക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. വിക്കി അവിടെ ഇരുന്ന് കഴിഞ്ഞ് കോഴിമക്കളൊക്കെ അവർ നീങ്ങുന്നതിനനുസരിച്ച് ഇത് തലച്ചക്രം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഗാർഗി എന്താണാവോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഗാർഗി ഇന്ന് ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പ്ലാൻ എന്നറിയില്ല കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്ത് പോകാനാണോ എന്താണാവോ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ നിൽക്കും പ്രത്യേക സൗണ്ടൊക്കെ എടുത്തും കഴിഞ്ഞാൽ എല്ലാവരും അടുത്തേക്ക് തന്നെ വിളിച്ച് കൂട്ടി കഴിഞ്ഞിട്ടാണ് കൊണ്ട് നടക്കുക കേട്ടോ. അവൻ നല്ലൊരു കാര്യസ്ഥനെ പോലെ തന്നെയാണ് കേട്ടോ എല്ലാവരും നയിച്ചൊക്കെ കൊണ്ട് നടക്കുന്നത് കേട്ടോ. മിനിഞ്ഞാന്ന് നല്ല മഴ കിട്ടിയ കാരണം എന്താ പറയുക,
ഇപ്പോഴും നല്ലൊരു തണുപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് ചെടികളൊന്നും നനച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ. കാരണം നന്നായിട്ട് നല്ല രീതിക്ക് തന്നെയാണ് നമുക്ക് മഴ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നനഞ്ഞ് കുതിർന്നൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊരു വലിയ ആശ്വാസം. ഇന്നും നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ. മഴക്കാരും മങ്ങി നിൽക്കലൊക്കെ കണ്ടപ്പോൾ ഇന്നും വൈകുന്നേരം ആവുന്ന ആ സമയത്ത് മഴ പെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ കൊതിച്ചു പോയിട്ടാ. പക്ഷേ രക്ഷയുണ്ടായില്ല. ഈ നേരമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ദാ ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടതാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ശരിക്കും ഒരു വെയിലൊക്കെ അടിച്ചു തുടങ്ങിയത് കേട്ടോ. ഇതിന് മുൻപൊക്കെ മഴക്കാരായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ചക്കയൊക്കെ നമ്മൾ തേടിച്ചല്ലണ്ട, നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാണ് കേട്ടോ. കാരണം നല്ലൊരു കാറ്റ് അങ്ങോട്ട് വീശിയപ്പോൾ പടപടേന്ന് ഒച്ച കേട്ടു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 ചെറിയ ചക്ക, ഇടിയൻ ചക്കയുടെയൊക്കെ അത്രയായിട്ടുള്ള ചക്കകൾ ഉരുണ്ട് വീണേക്കുന്ന കൂട്ടത്തിൽ. പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് അകലെയായിട്ട് വലിയൊരു ചക്കയും വീണ് കിടക്കുന്ന കേട്ടോ. അപ്പോൾ ആ ചക്ക പഴുത്തതാണ് കേട്ടോ. അപ്പോൾ ഇടിയൻ ചക്ക പോലത്തെ ചക്കകളൊക്കെ ദേ പറക്കി കൂട്ടി ഞാൻ വെറുതെ കളയാണ് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസം വെയിൽ കൊണ്ട് അങ്ങോട്ട് തിളച്ച് നിൽക്കല്ലായിരുന്നേ. അതിൻ്റെ ഇടയിലാണ് ഈ ശക്തമായിട്ടുള്ള മഴ പെയ്തത്. പെട്ടെന്ന് ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ടൊക്കെ ആയിരിക്കും അതിങ്ങനെ വീണിട്ടുണ്ടാവുക. വാടി വീണതാണ് കേട്ടോ. മാങ്ങ വീഴുമ്പോഴാണ് ഭയങ്കര സങ്കടം തോന്നാട്ടോ. കാരണം ഒരു വിധം വലുതായ മാങ്ങകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴാണ് കേട്ടോ. അങ്ങനത്തെ ആ പഴുത്ത ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ആദ്യത്തെ ചക്കയാണ് കേട്ടോ പഴുത്ത ചക്ക നമുക്ക് പ്ലാവിൽ നിന്ന് കിട്ടുന്നത്. ഇങ്ങനെ വീണാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതല്ലാതെ അവിടെ മൂത്തതായിട്ട് ഒരു ചക്കയും കൂടി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാ നമ്മുടെ വിക്കിക്കുട്ടൻ ഞാനിങ്ങനെ നടക്കുന്നതിനനുസരിച്ച് പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. മൗഗ്ലിയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുട്ടിപ്രായത്തിൽ. ഞാൻ നടക്കുന്നതൊക്കെ ഇങ്ങനെ ഒളിച്ച് നോക്കിയൊക്കെ നടന്ന് ഇങ്ങനെ വരും. അങ്ങനെയാണ് കൂട്ടായത് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ഒരു മരക്കഷ്ണം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തും കഴിഞ്ഞാൽ അവിടെ വെച്ചതാണ് കേട്ടോ. നമ്മൾ ഗ്രോ ബാഗിൽ കുറച്ച് വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അതേ നല്ല രീതിക്ക് മുളച്ച് പൊന്തി ഇത്രയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴവെള്ളമൊക്കെ കുടിച്ചപ്പോൾ പെട്ടെന്ന് ഇലക്കൊക്കെ നല്ല വലിപ്പം വെച്ച പോലെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചാരവും ചാണകമൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇട്ട് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തും കഴിഞ്ഞിട്ട് വളർത്തണം. ഈ ചെടിയൊക്കെ നല്ല ഭംഗിയായി നിറയെ പൊടി പിടിച്ച് നിൽക്കായിരുന്നു. മഴയൊക്കെ കിട്ടിയപ്പോൾ നല്ല ഫ്രഷ് ലീവ്സായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചെടികൾക്കും ഒരു ഉഷാറാണ് ഇങ്ങനെ മഴയൊക്കെ കിട്ടിയപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ അഫീല എന്നെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. നോക്കിയപ്പോൾ അഫീലയുടെ വീട്ടിലെ കിണറ്റിൽ വെള്ളം കലങ്ങിയാണ് കിടക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് അങ്ങോട്ട് അടിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഓസ് ഇങ്ങോട്ട് ഇട്ടേക്കാണ് ചേച്ചി, ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ആ വെള്ളം അങ്ങോട്ട് കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാണ്. കാരണം നമ്മുടെ ഈ ഭാഗത്ത് ഒന്നും കൂടി നനഞ്ഞ് കിടക്കുമല്ലോ. നമ്മുടെ കോഴിമക്കൾക്കൊക്കെ ആണെങ്കിൽ ചിക്കിച്ചകഞ്ഞ് നടക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ല. അപ്പോൾ അത് വിചാരിച്ച് കഴിഞ്ഞിട്ട് അത് ആ വെള്ളമൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് നമ്മൾ അടിച്ചിടാനായിട്ടാണ്. 2-3 ചേന കഷ്ണങ്ങളൊക്കെ നമ്മളിവിടെ മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടതൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നല്ല മഴ കിട്ടുമ്പോൾ മുളച്ച് പൊന്തുന്നാണ് നമ്മുടെ വിശ്വാസം. ഇത്രയും നാളായിട്ട് അത് പൊന്തിയിട്ടില്ല. 1 മാസമൊക്കെ കഴിയുമ്പോഴാണ് സാധാരണ അത് പൊന്തി വരാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരും കേട്ടോ. വീട്ടിലൊക്കെ പറമ്പ് ഇപ്പോഴും തിരിക്കും. പായമല എൻ്റെ സ്വന്തം വീട്ടിലായിട്ടോ. അവിടെയൊക്കെ കിണറൊന്നും വറ്റൊന്നുമില്ല. അതുപോലെ വെള്ളം കുറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജാതിക്കൊക്കെ ഇങ്ങനെ നനയ്ക്കും. വലിയ കൈക്കോട്ടൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ നനച്ചൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് രമേശേൻ്റെ വീട്ടിലാണെങ്കിലും ഏക്കർ കണക്കിന് സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെയും നനയ്ക്കും. അപ്പോൾ ഇങ്ങനെ തിരിച്ചൊക്കെ നടക്കാനായിട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ അങ്ങനെ തിരിക്കാനൊന്നും വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ ചെയ്യാത്തതാണ്. അപ്പോൾ ആ ഫീല കുറച്ച് സമയങ്ങളിൽ ഇങ്ങോട്ട് അടിച്ചിട്ടപ്പോൾ വേഗം ഞാനിങ്ങനെ ആ ചേമ്പിൻ്റെ ഭാഗത്തും ചെടിയുടെ ഭാഗത്തും പിന്നെ നമ്മുടെ കാന്താരി മുളകിനും ഒക്കെ ഇങ്ങനെ നനച്ചിടാണ് കേട്ടോ. ഇതൊക്കെ അലക്കല്ലിൻ്റെ ആ ഭാഗത്ത് നിന്ന് നിൽക്കും സംഘവും കാണുന്നുണ്ട്. ഞാനിവിടെ നിന്ന് മാറിയിട്ട് വേണം അവർക്ക് അവിടെ കളിക്കാനായിട്ട് കേട്ടോ. പിന്നീടുള്ള നമ്മുടെ ചെത്തിക്ക് കുറച്ചിങ്ങനെ കേടൊക്കെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പിച്ച് കുറേ ദിവസമായിട്ട് ഈ കഞ്ഞിവെള്ളം അങ്ങനെ ഇത്തിരി വെള്ളം ചേർത്തും കഴിഞ്ഞിട്ട് തെളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കേടൊക്കെ പോയി കഴിഞ്ഞ് നിറയെ മുട്ടും പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കാവടി പോലെ പൂത്ത് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് അങ്ങോട്ട് കുറച്ച് ദിവസം അങ്ങോട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അങ്ങോട്ട് നമ്മൾ ഒഴിച്ചും തെളിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി നല്ല ഉഗ്രനാവും കേട്ടോ.
അപ്പോൾ ദാ ഈ സമയമായപ്പോഴേക്ക് രമേശ് ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൗഗ്ലിയാണെങ്കിൽ എന്ത് ചെയ്താൽ വണ്ടി കയറ്റാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അവൻ വണ്ടിക്ക് ഇങ്ങനെ വട്ടം വെച്ച് നിൽക്കായിരുന്നു. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് ദേ ബലമായിട്ട് പിടിച്ചു കൊണ്ടുവരാണ് കേട്ടോ. എന്നിട്ടാണ് രമേശ് ഏട്ടന് വണ്ടി കയറ്റാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ എന്നും മീൻ കൊണ്ടുവരുന്നതാണ് അവൻ്റെ ഒരു വിചാരം, അതാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ദാ ഞാൻ എടുത്തു വെച്ച ചക്കയൊക്കെ ദേ രമേശ് ഏട്ടൻ വെട്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ ഒരു ചക്കയും കൂടി കൊത്തിയൊക്കെ പോലെയായിട്ട് അതിനൊന്ന് തട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാമൊക്കെ ഒന്ന് വെട്ടി നോക്കി, ഒക്കെ പഴുത്ത നല്ല ചക്കകളായിരുന്നു. നമ്മളെല്ലാവരും കൂടി പങ്കിട്ടൊക്കെ എടുത്തു കേട്ടോ. അതിനൊക്കെ ശേഷം അപ്പോൾ ഞാൻ രമേശന് ചായയൊക്കെ കൊടുത്ത് അതിനൊക്കെ ശേഷം എന്താ നമ്മുടെ പച്ചമുളകും തോട്ടത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. പച്ചമുളകും തൈകൾക്കൊക്കെ വെള്ളമൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും ഇവിടെ ഒട്ടും തന്നെ തണലില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കടഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി പോയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ പോലെയല്ലല്ലോ, ഇങ്ങനെ തുറസായി നിൽക്കുന്ന സ്ഥലത്താണല്ലോ ഈ ചെടികൾ വെച്ചിരിക്കുന്നത്. നേരിട്ടാണല്ലോ സൂര്യപ്രകാശം അടിക്കുന്നത്. നിറയെ പച്ചമുളക് ഉണ്ട് കേട്ടോ തൈകളിൽ. എന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ചായിട്ട് ഒരുപാട് പച്ചമുളകുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നും നനച്ചു കേട്ടോ. അങ്ങനെ രാഗിയുടെ മോള് പൊന്നുമണി ഓടി വന്നു കഴിഞ്ഞാൽ എൻ്റെ മടിയിലൊക്കെ ഇരുന്നതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ നനച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വേനൽക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൻ പുറത്ത് ഈ മാവുകളൊക്കെ ഇങ്ങനെ നിറയെ മാങ്ങകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ പച്ചമുളകും തോട്ടത്തിൻ്റെ അറ്റത്ത് കുളത്തിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കുന്ന മാവാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കുളത്തിലെ വെള്ളം ദിവസം ചെല്ലും തോറും വറ്റി വറ്റി ആ പാറ ഇങ്ങനെ വലുതായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി വച്ചിട്ട് വേണം ഞങ്ങൾക്ക് ആ പാറപ്പുറത്തേക്ക് ഒന്ന് കയറി നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഒരു മാവുണ്ട്. ഈ മാവിൽ മാങ്ങകൾ ഇങ്ങനെ ഉണ്ടായി താഴ്ന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ വലിയ ചിലവൊന്നും ഇല്ല കേട്ടോ. കാരണം മിക്ക ദിവസവും ചക്ക വിഭവവും മാങ്ങ വിഭവവും കായക്കൊലകളാണെങ്കിൽ ഒടിഞ്ഞു വീഴുകയും ഇരുമ്പം പുളിയും അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക, എന്തെങ്കിലും ഒരു കറി വെക്കാനെങ്കിലും നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും വെറുതെ കിട്ടുന്നതല്ല കേട്ടോ. നമ്മളെന്തെങ്കിലും വെച്ചുണ്ടാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ മാവും പ്ലാവൊക്കെ ഇപ്പോൾ നമ്മൾ വെച്ചില്ലെങ്കിലും മുൻപേ വെച്ചിട്ടുള്ളവരാണെങ്കിലും നമുക്ക് ഫലമൊക്കെ എടുക്കാം അല്ലേ. അപ്പോൾ അത് മാത്രം പോരെ, നമ്മളും പുതുതായിട്ട് തൈകളൊക്കെ വെച്ചിടണം കേട്ടോ. എന്നാലല്ലേ അടുത്ത ജനറേഷനും അതൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാങ്ങയൊക്കെ നുറുക്കിയും കഴിഞ്ഞിട്ട് കല്ലുപ്പിട്ട് വെച്ചിരുന്നല്ലോ, അതെ ഇങ്ങനെയായിട്ടുണ്ട് കേട്ടോ. ഒരു 2 ദിവസമായില്ലേ. അപ്പോൾ അത് ഇരുന്നും കഴിഞ്ഞ് ഒന്ന് വാടിയ പോലെയുണ്ട്. അപ്പോൾ നമുക്കതൊരു അച്ചാറിടാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞില്ല ഇരുമ്പമ്പുളി അച്ചാറും ഇട്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ഇത്തിരി എരിവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എരിവ് കുറച്ചാണ് കേട്ടോ ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഒന്നാമത്തെ വേനൽക്കാലം, അതിൽ കൂടെ ഈ അച്ചാറും എരിവൊക്കെ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറൊക്കെ അങ്ങോട്ട് കത്തി കാളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചാണ് നമ്മൾ എരിവൊക്കെ ചേർക്കണം എന്നുള്ളൂ കേട്ടോ. അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം.